അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റേൺ സന്ദർശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലേക്കും UAE-യിലേക്കും ഖത്തറിലേക്കും പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യത്തെ വിദേശ പര്യടനം അദ്ദേഹം നടത്തുകയാണ്. ചരിത്രപരം എന്നൊക്കെയാണ് നയതന്ത്ര രംഗം ഈ സന്ദർശനത്തെ വിശേഷിപ്പിക്കുന്നത്. സൗദി അറേബ്യയിലേക്കുള്ള സന്ദർശനം ഡൊണാൾഡ് ജെ ട്രംപിന് ഇത് പുത്തരിയല്ല. ആദ്യത്തെ ടേമിൽ അദ്ദേഹം അധികാരമേൽക്കുമ്പോഴും സൗദി അറേബ്യയാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷനായി അദ്ദേഹം തെരഞ്ഞെടുത്തത്. മാറിയ ലോകക്രമത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ പ്രാധാന്യം എത്ര കണ്ടാണ്, ലോക നേതാക്കൾ എത്രത്തോളം പ്രാധാന്യം ഈ രാജ്യങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതിന്റെ ആവർത്തിച്ചുള്ള തെളിവായിട്ടാണ് US പ്രസിഡന്റിന്റെ ആദ്യ വിദേശ സന്ദർശനം ഈ രാജ്യങ്ങളിലേക്ക് വീണ്ടും നടത്തുന്നതിനെ പലരും കാണുന്നത്. വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപം അമേരിക്കയിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും US പ്രസിഡന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ $600 ബില്യൺ സൗദി അറേബ്യ ഓൾറെഡി അമേരിക്കൻ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുപോരാ $1 ട്രില്യൺ ആ വിദേശ നിക്ഷേപം ഉയർത്തണം എന്നുള്ള ആവശ്യമായിരിക്കും, അതിലേക്ക് വഴിതെളിക്കുന്ന കാര്യങ്ങളായിരിക്കും US പ്രസിഡന്റ് നടത്തുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രയേൽ ഹമാസ് സംഘർഷം, റഷ്യ യുക്രൈൻ വിഷയം, ഇറാന്റെ ആണവ പ്രതിസന്ധി, ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലോടെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരാൻ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ US പ്രസിഡന്റ് ഈ സന്ദർശനം ഉപയോഗിച്ചേക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇസ്രയേലിനെ ഗൾഫ് രാജ്യങ്ങൾ ഒരു ബിസിനസ് പങ്കാളിയായി അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട അബ്രാം അക്കോർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. UAE-യും ബഹ്റൈനും മൊറോക്കോയും അബ്രാം അക്കോർഡ് ആദ്യമായി ഒപ്പുവെച്ചത് അമേരിക്കയുടെ നേതൃത്വത്തിലായിരുന്നു, മധ്യസ്ഥതയിലായിരുന്നു. അബ്രാം അക്കോർഡ് എക്സ്പാൻഡ് ചെയ്യാനും ഇസ്രയേലുമായി സഹകരിക്കാൻ, സാമ്പത്തിക മേഖലയിൽ സഹകരിക്കാൻ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ സന്ദർശനത്തിൽ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഡിപ്ലോമസിയും പേഴ്സണൽ ബിസിനസ്സും ബ്ലൻഡ് ചെയ്യുന്ന ഒരു നീക്കം US പ്രസിഡന്റിൽ നിന്നും തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ആത്യന്തികമായി ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ഈ മേഖല കേന്ദ്രമാക്കി ഒരുപാട് ബിസിനസ് താല്പര്യമുള്ള വ്യക്തി തന്നെയാണ്. ദുബായിലെ ട്രംപ് ഇന്റർനാഷണൽ ടവറുമായി ബന്ധപ്പെട്ട കാര്യം, അതിന്റെ മാർക്കറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സജീവമായ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അബുദാബിയിൽ ഒരു ട്രംപ് ഇന്റർനാഷണൽ ടവർ വരുമോ എന്നുള്ള ചർച്ചകൾ സജീവമാണ്. റിയാദിലെ ട്രംപ് ഇന്റർനാഷണൽ ടവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഖത്തറിൽ റിസോർട്ടും സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുന്നു. അങ്ങനെ പിന്നെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നയതന്ത്ര തലത്തിലും വ്യക്തിപരമായിട്ടുള്ള തലത്തിലും ബുൾഡോസറിനെ പോലെയാണ് ട്രംപിന്റെ നീക്കങ്ങളെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. വളരെ പെട്ടെന്ന് ഇടിച്ചു നിരത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഒക്കെ ട്രംപ് എടുക്കാറുണ്ട്. നമ്മൾ ഇതിനൊക്കെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള US പ്രസിഡന്റ് മേഖലയിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ലോകം ഇപ്പോൾ കരുതുന്നത്. മെയ് 13 മുതൽ 16 വരെയാണ് ട്രംപിന്റെ മേഖലാ സന്ദർശനം. UAE അടക്കമുള്ള രാജ്യങ്ങളും വളരെ പ്രാധാന്യമുള്ള ഈ വിസിറ്റിൽ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്.